Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. A'udzu billahi minasy syaithanir rajim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. بسم الله الرحمن الرحيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. ബഹുമാന്യരായ സഹോദരികളെ, നേരറിവ് കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ അതുല്യമായ ഇസ്ലാമിക പ്രബോധന സംരംഭങ്ങൾ വ്യത്യസ്തമായ കാലഘടനയിലും രൂപഭാവത്തിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. അള്ളാഹു ഇഹത്തിലും പരത്തിലും അതിൻ്റെ ബർക്കത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും നൽകുമാറാകട്ടെ. എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് മക്കളോടൊപ്പം വളർച്ചക്കൊപ്പം എന്നൊരു തലക്കെട്ടിൽ എൻ്റെ മനസ്സിലുള്ള പരിചയത്തിലുള്ള വായനയുടെയും പഠനത്തിൻ്റെയും ഒക്കെ അനുഭവത്തിൻ്റെയും ഒക്കെ പ്രതലങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കുകയും പങ്കുവെക്കുകയും ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി വളരെ വിശദീകരണങ്ങളില്ലാതെ നിങ്ങളുടെ മനസ്സിൽ അത് നിലനിൽക്കണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി ചില പോയിന്റുകളായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാരന്റിങ്ങും അതുപോലെ തന്നെ തർബിയത്തിൽ ഔലാദ്, കുട്ടികളുടെ ശിക്ഷണവുമൊക്കെയായി നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ സ്ഥിരം കേൾക്കാറുണ്ടാകും. ഈ വിഷയത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ആരാണ് സത്യത്തിൽ മക്കൾ? ശൈശവത്തിൽ ആനന്ദവും യൗവനത്തിൽ ആശ്വാസവും വാർദ്ധക്യത്തിൽ ആശ്രയവും പരലോകത്തിൽ സമ്പാദ്യവും ആവേണ്ടവരാണ് സത്യത്തിൽ നമ്മൾക്കുള്ള മക്കൾ. ഈ മക്കളെ കുറിച്ച് അതുകൊണ്ടാണ് നമ്മൾ അവരെ ഏറ്റവും ചുരുങ്ങിയത് വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ഒരു ഈമാൻ ഉള്ളിൽ കയറിയ ഒരു മുഅ്മിനായ ഒരു കപ്പിൾ, ഒരു ദമ്പതികൾ അവരെന്നും സ്വപ്നം കാണുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ട സംഗതിയാണ് വലതുൻ സാലിഹുൻ, ഞങ്ങൾക്ക് സാലിഹായ കുട്ടികൾ ഉണ്ടാകണം എന്നത്. അതിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു യാന്ത്രികമായ ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയിൽ നമ്മളുടെ ശാരീരികമായ ബന്ധങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി നമ്മൾ ഗർഭധാരണം ഉണ്ടായി എന്നറിഞ്ഞ് അതിൻ്റെ ബാക്കി പ്രോസസ്സുകളിലൂടെ നമ്മളെ കയ്യിലെത്തിയ മക്കളെ ഒരു യാന്ത്രികമായി പോറ്റി വളർത്തുക എന്നതിനപ്പുറത്തേക്ക് ചില ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ഞാൻ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് എൻ്റെ സഹോദരികളിൽ പുതിയ ജനറേഷനിൽപ്പെട്ട ഭാര്യമാരായിട്ടുള്ള അല്ലെ മാതാക്കളായിട്ടുള്ള സ്ത്രീകളായിരിക്കും കൂടുതലും ഈ ശ്രോതാക്കളായി ഇപ്പോൾ ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ മുമ്പത്തതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മെച്യൂർഡ് ആയതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസങ്ങളെല്ലാം നേടി പ്രായങ്ങളൊക്കെ തിരിച്ചറിവും നല്ല തെരഞ്ഞെടുപ്പിനും ഉള്ള കഴിവുകളൊക്കെ എത്തിയതിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ സഹോദരിമാരായിരിക്കും കൂടുതലും ഇപ്പോഴുള്ള മാതാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് മുമ്പുള്ളവരെക്കാളും ചില ഒരുപാട് ബാധ്യതകളും ദൗത്യങ്ങളും പഠനങ്ങളും ആവശ്യമുണ്ട് എന്നതാണ് അവർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. അതിലേറ്റവും ആദ്യത്തേതാണ് നമ്മൾക്ക് കുട്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുക എന്നത്. എന്തിനാണ് സത്യത്തിൽ നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊരു കൃത്യമായ ലക്ഷ്യം നമ്മൾ എടുത്തുണ്ടാവണം. അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദുനിയാവിലും പരലോകത്തും നമുക്ക് സൗഭാഗ്യം നൽകുന്നതാവണം മക്കൾ. സൗഭാഗ്യം നൽകുന്ന, അതേപോലെ തന്നെ അവർക്കും ഈ സമൂഹത്തിലും പരലോകത്തും സൗഭാഗ്യം ലഭിക്കുന്ന മക്കളായിരിക്കണം, മക്കൾ എനിക്കുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യമായി
ഇങ്ങനെ നമുക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മക്കളെ വളർത്തുന്നതിൽ നമ്മൾക്ക് ചെയ്യേണ്ട ചില വളരെ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില ലക്ഷ്യങ്ങളും ചില സ്റ്റെപ്പുകളുമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എണ്ണിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം, ഈ വലതുൻ സ്വാലിഹും എന്നത് നമുക്ക് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അതിന് വഴിയൊരുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു കുട്ടി, ഈ കുഞ്ഞിന്റെ പ്രകൃതിയെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തിനെയാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്? എന്ത് പണിയാണ് നമ്മളെ അള്ളാഹു ഏൽപ്പിക്കുന്നത്? ഒരു കേടായ ഒരു സംഗതിയെ നന്നാക്കിയെടുക്കാനല്ല അള്ളാഹു നമ്മളെ കയ്യിലേക്ക് തരുന്നത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രകൃതിയും ഇല്ലാത്ത ഒരു സംഗതിയെ നിങ്ങൾക്ക് അള്ളാഹു നൽകുകയും നിങ്ങളുടെ യുക്തി അനുസരിച്ച് അല്ലെ ശ്രമം അനുസരിച്ച് അത് വളർത്തി വലുതാക്കി കൊണ്ടുവന്നോളൂ എന്ന് പറയുകയല്ല അള്ളാഹു ചെയ്യുന്നത്. മറിച്ച് ഏറ്റവും സുരക്ഷിതവും ഏറ്റവും സമ്പൂർണവും ഏറ്റവും ഋജുവുമായ ശുദ്ധ പ്രകൃതിയോട് കൂടിയ ഒരു സംഗതി നമ്മളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത്, കുഞ്ഞുങ്ങളെ, സന്താനത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആനിലുള്ള ഒരു പ്രയോഗവും ഹദീസിലുള്ള ഒരു പ്രയോഗവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്നും കുറിച്ചു വെക്കുക. ഒന്ന്, ഖുർആനിലുള്ള പ്രയോഗം, വലക്കദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നാം മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം പൂർണ്ണമായും ഏറ്റവും നല്ല തക്വീമോട് കൂടിയ ഒരു സാധനമാണ് നമ്മുടെ കയ്യിൽ തന്നത്. അഹ്സന തക്വീം എന്ന ആ അറബി പദം ഇപ്പൊ നമുക്കൊക്കെ ഒരു വലിയ ഭാരമുള്ള അറബി പദമല്ലേ? കാരണം നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ പഠിക്കുന്ന സൂറത്തു തീനിലുള്ള ഒരു ആയത്താണ്. അത് മാത്രം നിങ്ങൾ എടുക്കുക. ഏത്? അഹ്സനി തക്വീം. അപ്പൊ ഏറ്റവും ഋജുവായ കുറ്റമറ്റ സൃഷ്ടിപ്പോട് കൂടിയ ഒരു സാധനം നമ്മളെ കയ്യിൽ തന്നു. ഇനി ഹദീസിലേക്ക് വന്നാൽ നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ പ്രകൃതിയെക്കുറിച്ച്, ജനന സമയത്തുള്ള പ്രകൃതിയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണത്? കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്രതി. എല്ലാ കുട്ടികളും കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഭൂമിയിൽ ശുദ്ധ പ്രകൃതിയിലാണ്. അപ്പോൾ നാം കുട്ടികളുടെ വളർച്ചയോടൊപ്പം ചെയ്യേണ്ട ദൗത്യത്തിന്റെ ലക്ഷ്യം അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ അഹ്സനി തക്വീമും ഈ ഫിത്രത്തും ഉണ്ടല്ലോ, ഏറ്റവും ഈ പൂർണ്ണ രൂപത്തിലെത്തി ഏറ്റവും ഋജുവായ കുറ്റമറ്റ സൃഷ്ടിപ്പ്, അതാണ് അതിന്റെ ശരിയായ അർത്ഥം. കുറ്റമറ്റ സൃഷ്ടിപ്പോടുകൂടി ശുദ്ധ പ്രകൃതിയോടുകൂടി നമ്മൾ ഏൽപ്പിച്ച ഈ സാധനത്തിനെ, ആ ശുദ്ധ പ്രകൃതിയും കുറ്റമറ്റ സൃഷ്ടിപ്പും ആ രൂപഭാവങ്ങളും അഴുക്കാവാതെ പരിക്കേൽപ്പിക്കാതെ കാത്തു സൂക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് തർബിയത്തുൽ ഔലാദ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മക്കളെ വളർത്തുക എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. ഒന്നുകൂടി പറഞ്ഞാൽ, ഹിഫ്ളുൽ ഫിത്ര, ആ അള്ളാഹ് സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതി മലിനമാകാതെ അഹ്സനി തക്വീം, ഭൂമിയിലുള്ള സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ച ഒരു സാധനം, ആ സാധനത്തിനെ, അതിൻ്റെ ആ നന്മയെ സൂക്ഷിച്ചു കൊണ്ടുവരിക, സംരക്ഷിച്ചു നിർത്തുക. അതിനാവശ്യമായ പണികളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ പണികൾ ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാലേ നമ്മൾക്ക് ഇതിന് വേണ്ട വർക്കുകൾ എന്താണെന്ന് കാണാൻ കഴിയുകയുള്ളൂ. ഒന്ന്, ലക്ഷ്യം നിർണയിച്ചു. ഇനി രണ്ടാമത്തെ നമ്മുടെ ജോലി ഗർസുൽ ഖിയം എന്നാണ് പറയുക. ഈ കുട്ടികളിൽ ഈ കുഞ്ഞുങ്ങളിൽ ഈ ഫിത്രത്തും അഹ്സനി തക്വീമും അതിന്റെ പൂർണ്ണതയിൽ നിലനിൽക്കാൻ എന്തു വേണം? അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഗർസുൽ ഖിയം എന്ന അറബിയിൽ പറഞ്ഞാൽ മൂല്യങ്ങളെ നട്ടുപിടിപ്പിക്കുക. അതാണ് നമ്മുടെ ജോലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഭക്ഷണം കൊടുക്കൽ നമ്മളെ ജോലിയാണ്, മുല കൊടുക്കൽ നമ്മളെ ജോലിയാണ്, സുരക്ഷിതമായി കുട്ടികളെ അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കൽ നമ്മളെ ജോലിയാണ്. ഇതിനൊന്നും ഒരു വലിയ മതപഠനം ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഒരു നേച്ചറായി ഏത് ജീവജാലങ്ങളും കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ചെയ്യുന്നതാണ്. ഇവിടെയാണ് ഈ ഫിത്രത്തും അഹ്സന തക്വീമും നിലനിർത്താൻ അനിവാര്യമായ മറ്റൊരു വിഭവമുണ്ട്. ആ വിഭവം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്.
ഇസ്ലാം മൂല്യങ്ങളെ വല്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മൂല്യങ്ങളിൽ വളർത്തപ്പെടുമ്പോൾ മാത്രമാണ് മനുഷ്യനിൽ മൂല്യങ്ങൾ ഉണ്ടാകുമ്പോഴേ അവനിൽ മനുഷ്യത്വം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ആ മനുഷ്യനെ മനുഷ്യനായി ഏറ്റവും നല്ല ജീവിയായി വലക്കത് കറംന ബനി ആദം. ഇപ്പൊ നിങ്ങൾ നോക്കി, അള്ള വലക്കത് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്ത് എന്താ പറഞ്ഞത്? റിട്ടേൺ സംഭവിക്കുന്ന പറഞ്ഞത്. റിട്ടേൺ സംഭവിക്കും. എന്താ റിട്ടേൺ? ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അവൻ ഏറ്റവും മോശമായ സൃഷ്ടിയിലേക്ക് അവൻ മടക്കപ്പെടും. അത് അവിടേക്ക് മടങ്ങാതെ മതിൽ സൃഷ്ടിക്കുക എന്ന പണിയുടെ പേരാണ് മുസ്ലിമായ മുഅ്മിനായ മാതാപിതാക്കൾക്ക് മക്കളോട് ചെയ്യാനുള്ള ദൗത്യം. അതിന് അനിവാര്യമായത് എന്താണ്? അതിനവരിൽ ഉണ്ടാകേണ്ടതാണ് മൂല്യങ്ങൾ. വ്യത്യസ്ത തരത്തിലുള്ള മൂല്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ അടിസ്ഥാനപരമായ മൂല്യം എന്ന് പറയുന്നത് അവന്റെ സൃഷ്ടാവിലുള്ള വിശ്വാസത്തെ, വിശ്വാസപരമായ മൂല്യങ്ങൾ അവനിൽ സന്നിവേശിപ്പിക്കുക എന്നതാണ്. ഈമാൻ, അൽ ഖിയമുൽ ഈമാനിയ എന്ന അറബിയിൽ പറയും. വിശ്വാസപരമായ മൂല്യങ്ങൾ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ പ്രവാചകന്മാരിലും അവന്റെ ഗ്രന്ഥങ്ങളിലും മരണാനന്തര ജീവിതത്തിലും വിധിവിശ്വാസത്തിലുമൊക്കെ ഉള്ള മൂല്യങ്ങൾ അവരിൽ നട്ടു വളർത്തി കൊണ്ടുവരിക എന്നതാണ് കുട്ടിക്കാലം മുതൽ. അതെങ്ങനെ നടക്കും എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു കുഞ്ഞുകാലം മുതൽക്ക് തന്നെ ഈമാനികമായ വിശ്വാസ വളർച്ച എങ്ങനെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പല ഭാഗങ്ങളിൽ സംസാരിക്കുകയും നിങ്ങൾ പീസ് റേഡിയോയിലൊക്കെ ഉള്ള ചില ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നേർപഥത്തിലൊക്കെ അത് സാധാരണ ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെ ഈമാനികമായ മൂല്യങ്ങൾ വളർത്തുന്നതിൽ നിന്ന് ആരംഭിക്കുന്നു നമ്മളുടെ ജോലി. അങ്ങനെ വളർത്തിയാൽ ഉണ്ടാകുന്ന നേട്ടം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ. സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈമാനു ബില്ലാഹ് വൽ മലായിക വൽ കുതുബ് വർ റുസുൽ വൽ യൗമിൽ ആഖിർ ഫിൽ ഖദർ. ഈ കാര്യങ്ങളാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനിനെ ഉൾക്കൊണ്ട ആളുകൾ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ, ആ ഈമാനിൽ അതേപോലെ അവരോട് പിന്തുടർന്ന അവരുടെ സന്താനങ്ങളും അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ മാതാപിതാക്കളും അവരുടെ മക്കളും ഒരേ വിശ്വാസ മൂല്യങ്ങളോടൊപ്പം ചേർന്നവരാണെങ്കിൽ അവരെ നാം മരണാനന്തര ജീവിതത്തിൽ പരസ്പരം ചേർത്തു കൊടുക്കും. ഇന്ന് നോക്കൂ നിങ്ങൾ, നമ്മളെ മക്കൾ, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, നല്ല സുന്ദരികളും സുന്ദരന്മാരും ആക്കുന്നു, ആരോഗ്യം ഉണ്ടാകുന്നു, ബോഡി ഫിറ്റ്നസ് ഉണ്ടാകുന്നു, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. അങ്ങനെ അവർ അത് നേടി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചെറുങ്ങനെ വിശ്വാസ മൂല്യങ്ങളിൽ നമ്മൾ ഒരു പാതയിലും അവർ മറ്റൊരു പാതയിലൂടെയും ഇങ്ങനെ പോകുന്നു. അവരിൽ കൺഫ്യൂഷനുകൾ, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു വിടുന്നു ആളുകൾ. പടച്ചോനുണ്ടോ? ഇങ്ങനെ ഒരു റിലീജിയസ് ആവേണ്ടതുണ്ടോ? മരണത്തിന് ശേഷം അങ്ങനെയുണ്ടോ? ഇങ്ങനെയൊക്കെ എല്ലാറ്റിനും നമ്മൾ എന്തിനാണ് ചില ലിമിറ്റേഷൻസുകൾ വെക്കുന്നത്? മനുഷ്യൻ സ്വതന്ത്രനല്ലേ? മൈ ബോഡി മൈ റൈറ്റ് അല്ലേ? എൻ്റെ ശരീരം എൻ്റെ അവകാശമല്ലേ എന്നൊക്കെ അവർ ചോദിച്ചു തുടങ്ങുന്നതിന്റെ അർത്ഥം ഈമാനികമായ മൂല്യങ്ങൾ അവരിൽ നമ്മളുടെ ഫീഡിങ്ങിനോടൊപ്പം മക്കളോടൊപ്പം വളർച്ചയോടൊപ്പം, കണ്ടില്ലേ നമ്മളെ ഹെഡിങ്? അത് വരണം. രണ്ടാമത്തത് അൽ ഖിയമുൽ അഖ്ലാഖിയ്യ, വിശ്വാസപരമായ മൂല്യങ്ങൾ അവരിൽ സന്നിവേശിക്കപ്പെട്ടാൽ പടിപടിയായി സന്ദർഭോചിതമായി അതവർക്ക് നൽകിക്കൊണ്ടിരുന്നാൽ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിറ്റാമിൻ അല്ലെങ്കിൽ രണ്ടാമത്തെ പോഷകമാണ് അൽ ഖിയമുൽ അഖ്ലാഖിയ്യ, സ്വഭാവ സംബന്ധമായ മൂല്യങ്ങൾ. ഇപ്പൊ ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ പറയും, കുട്ടികളിൽ സൽസ്വഭാവം ഉണ്ടാക്കണം, മാതാപിതാക്കൾ മക്കളെ നന്നായി വളർത്തണം, അവരെ സൽസ്വഭാവികളാക്കണം. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് ഈ സൽസ്വഭാവങ്ങൾ? എണ്ണി പറയാൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കലുണ്ടോ? സൽസ്വഭാവികളാവണം എന്താ പറയാ? ഇപ്പൊ നമ്മളെ മോനെ ഒരു സംഗതി എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചല്ലേ, നമ്മുടെ വാപ്പനെ അല്ലെ വല്യാപ്പനെ എന്തെങ്കിലും മോശമായ ഒരു വർത്താനം പറഞ്ഞ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് മോശല്ലേ? ഓലെ ബഹുമാനിക്കണ്ടേ? അപ്പൊ
നമ്മൾ ഫോക്കസ് ചെയ്യണം. കുട്ടികളിൽ ഇങ്ങനെ ഓരോന്നുണ്ട്, അതിന് പറ്റിയ സന്ദർഭം വരുമ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ അവരിൽ എന്ത് ചേർക്കണം? എന്താണ് സൽസ്വഭാവങ്ങൾ? നിങ്ങൾ നോക്കിയ ഇംഗ്ലീഷിൽ സാധാരണ പറയാറുണ്ട് എന്തെന്നറിയോ? ഒരു an ounce of character is worth a pound of intelligence എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഔൺസ് സൽസ്വഭാവം ഒരു റാത്തൽ ഇന്റലിജൻസ് ബുദ്ധിക്ക് മദീന. അപ്പോ വലിയ ബുദ്ധി ഉണ്ടാകുന്നതിൽ ഒരു തുള്ളി സൽസ്വഭാവോട് ഉണ്ടായാൽ ആ മനുഷ്യൻ പൂർണ്ണാകും. അതുകൊണ്ടാണ് സാധാരണ പറയല് 3 നിന്നാണ് പിന്നെ ക്യാരക്ടർ ഉണ്ടാവാറുള്ളത് എന്ന് പറയാറുണ്ട്. ഹെഡ്, ഹാർട്ട്, ഹാൻഡ്, 3 എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞും സ്നേഹിച്ചും പ്രവർത്തിച്ചും ആണ് മക്കളിൽ സ്വഭാവങ്ങൾ വളർത്തേണ്ടത്. നമുക്കറിയണം എന്താണ് നല്ല സ്വഭാവങ്ങൾ എന്ന്. രണ്ടാമത്തത്, നമ്മൾ അവരെ സ്നേഹിച്ചത് അവരിൽ ഉണ്ടാക്കി കൊടുക്കണം. 3, നമ്മുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിടിക്കേണ്ടടുത്ത് അവരെ പിടിക്കുകയും വിടേണ്ടത്തവരെ വിടുകയും ചെയ്തുകൊണ്ട് അധികാരം ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിച്ച് അന്തസ്സുള്ള കുട്ടികളായി അവർ വളരണം. അപ്പൊ അവരിൽ വളർത്തേണ്ട സ്വഭാവങ്ങൾ എന്താണ്? അത് നമ്മൾ പലപ്പോഴും നമ്മളത് ഫോക്കസ് ചെയ്ത്, അതായത് അത് മനസ്സിൽ ഉറപ്പിച്ച് മനഃപൂർവ്വം, നമ്മൾ പറയാറുണ്ടല്ലോ ഓൺ പർപ്പസ്, മനഃപൂർവ്വം തന്നെ നമ്മൾ അത് കണ്ടെത്തണം. എൻ്റെ മക്കളെ ആ ചാൻസിൽ ഞാൻ ആ കാര്യം പറഞ്ഞതിന്റെ പിന്നിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഡയറക്റ്റ് പറഞ്ഞ് ക്ലാസ് എടുത്തു കൊടുക്കല്ല. ഒന്നാമത്തേത്, മക്കളിൽ ഉണ്ടാകേണ്ട സൽസ്വഭാവങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഒന്ന്, അമാനത്ത് മക്കളിൽ ഉണ്ടാകേണ്ടതാണ്. നമുക്കറിയാം അമാനത്തിന്റെ അബ്ദുൽ അമാനത്തെ ഇലാഹ്ലിഹ, ഓരോ മനുഷ്യനിൽ നിലനിൽക്കേണ്ട ഒരു സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. സിദുക്ക്, സത്യസന്ധത, സത്യം മാത്രമേ പറയാവൂ. കൂനു മഅ സ്വാദിഖീൻ, ഇത് നമ്മൾ മനഃപൂർവം ഉണ്ടാക്കി വളർത്തിയെടുത്ത് നിലനിർത്തേണ്ട, അവരിൽ നട്ടു വളർത്തേണ്ട ഒന്നാണ് സിദ്ഖ്. ഇന്ന സിദ്ഖ യുഅദ്ദി ഇലൽ ജന്ന, സിദ്ഖ് സ്വർഗത്തിലേക്ക് അവനെ നയിക്കും. ഇതൊക്കെ നമ്മൾക്കറിയാം. അതിൽ രണ്ടാമത്തേതാണ് നീതി പാലിക്കാനുള്ള കഴിവ്. കുട്ടികളെ നമ്മൾ തന്നെ അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെ? ഉദാഹരണത്തിന്, നിങ്ങളെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഒരു പൊതിയും കൊണ്ടാ വരുന്നതെന്ന് വിചാരിക്കുക. ആ ഗിഫ്റ്റ് ഒരു പക്ഷെ ആദ്യം കാണുന്ന കുട്ടീന്റെ കയ്യിലായിരിക്കും കൊടുക്കുക. നമ്മൾ ആ കുട്ടീനെ തന്നെ ഏൽപ്പിക്കുക. അത് നിങ്ങൾ 3 ആളും കൂടി എടുക്കണം. എന്നിട്ട് നമ്മൾ വാച്ച് ചെയ്യുക അവൻ എങ്ങനെയാണ് അത് കൊടുക്കുന്നത്. അപ്പൊ അതിൽ അവർ കാണിക്കുന്ന ചില വ്യത്യാസങ്ങളെ നമ്മൾ അവിടെ നിന്ന് പാകപ്പെടുത്തി അത് തിരുത്തി അവനെ ഇങ്ങനെയാക്കി കൊടുക്കുക. അപ്പൊ അതിലൂടെ അവന് പഠിക്കും. തുല്യമായി വീതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അൽ അദിൽ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദിൽ. നോക്കൂ, നിങ്ങൾ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ മനുഷ്യനിൽ ഉണ്ടായേണ്ട സാധനമാണ്. അപ്പോൾ കുട്ടിക്കാലത്തെ അത് വളരണം. തവാദു, വിനയം. നിങ്ങൾ നോക്കൂ, വിനയം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിനയം മനുഷ്യനെ വളർത്തുകയാണ് ചെയ്യുക. വലിയവരുടെ മുമ്പിൽ വിനയം കാണിക്കുന്നത് അത് അവനെ ഉയർത്തുകയേ ചെയ്യുകയുള്ളൂ. അപ്പൊ വിനയം എന്ന് പറയുന്നത് ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം നമ്മൾ മനഃപൂർവം മനസ്സിൽ വെച്ചുകൊണ്ട് അത് അവരിൽ എത്തിക്കണം. അവരിൽ എത്താനുള്ള വഴികൾ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഇഹ്സാൻ, പുണ്യം ചെയ്യാനുള്ള കഴിവ്. ഇഹ്സാൻ, പുണ്യം പ്രവർത്തിക്കുക. ആ പുണ്യം, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹുവിന് പുണ്യം പ്രവർത്തിക്കുന്നവരെയാണ് ഇഷ്ടം. അതേപോലെ തന്നെ സബ്ർ, ക്ഷമിക്കാനുള്ള കഴിവ്. ചെറിയ കാര്യങ്ങളിലൊക്കെ കംപ്ലൈന്റ് ആവുക. ആ കംപ്ലൈന്റ് വരുമ്പോൾ ചില പാരന്റ്സ്, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരു കുട്ടി പറയുന്നത്, ഞാൻ ഇനി എങ്ങനെ എത്ര സ്ട്രോങ് ആയി എന്ന് ചോദിച്ചാൽ, ഞാൻ എന്ന് മുതലേ സ്ട്രോങ് ആയത്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ അഞ്ചന്മാരോ എൻ്റെ ഏട്ടത്തികളോ എൻ്റെ അയൽവാസികളോ എൻ്റെ കൂട്ടുകാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചൊറിയേ, അല്ലെങ്കിൽ അങ്ങോട്ട് ഒന്ന് കളിയാക്കിയേ, ഒന്ന് നോക്കിച്ചിരിക്കുകയോ ഒക്കെ ചെയ്താൽ ഞാൻ വന്ന് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞ് ഇങ്ങനെ ചിനുങ്ങും, അതിങ്ങനെ സങ്കടപ്പെടും, അതിനിങ്ങനെ കരയും. അപ്പോ എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞു, യു ഡോണ്ട് ക്രൈ, നീ കരയാൻ പാടില്ല. നീ ഒരാൾക്ക് വേണ്ടിയും കരയാൻ പാടില്ല. നീ കരയേണ്ട ആളല്ല. നീ എന്തിനാ കരയുന്നത്? നോബഡി സോൾവ് യുവർ പ്രോബ്ലംസ്. ആരും നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്നില്ല. നിന്റെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കുക, നിന്റെ കംപ്ലൈന്റുകൾ നീ പരിഹരിക്കുക. അങ്ങനെ ആ കുട്ടിയിൽ ഒരു തരം എന്താ പറയാ, ചില പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടെ കേൾക്കാനും അറിയാനും പ്രതികരിക്കാനുമുള്ള കഴിവ് നമ്മുടെ മക്കളിൽ, സബ്ർ മക്കളിൽ ഉണ്ടാകേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇഹ്തിറാം,
മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നത് നമ്മളുടെ നടപടിക്രമങ്ങളിലൂടെ അവരിൽ സന്നിവേശിപ്പിക്കപ്പെടണം. അത് അതിന് വിരുദ്ധമായത് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ മാത്രമല്ല പറയേണ്ടത്. എനിക്കറിയില്ലേ, വലിയവരെ ബഹുമാനിക്കണമല്ല, നമ്മൾ ആദ്യമേ തന്നെ വലിയവരോടുള്ള സംസാരം, അവരെ നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ ചില ഉപ്പ വളരെ ശൂരമായി നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാതെക്കുന്ന, അപ്പൊ മക്കൾ ചോദിക്കും ഉമ്മ എന്താ എന്നിട്ട് അന്നപ്പോ ഒന്നും പറയാന്. അപ്പൊ നമ്മൾ പറഞ്ഞെടുക്കണം, മോനെ ഉമ്മ അറിയായിട്ടല്ല, പറയാൻ മറുപടി ഇല്ലായിട്ടല്ല, ഉപ്പ നമ്മുടെ സീനിയറാണ്. അപ്പൊ നമ്മൾ നമ്മളുടെ സീനിയേഴ്സിനെ, നമ്മുടെ മുകളിലുള്ള ആളുകളെ ബഹുമാനിക്കണം. എല്ലാ ഇതിനും നമ്മൾ തിരിച്ചു മറുപടി പറയാൻ പറ്റുകയില്ല. ഇങ്ങനെ ചാൻസ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അത് സന്നിവേശിപ്പിക്കണം. ഇതേപോലെ തന്നെ തസാമുഹ്, വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ്. അവർ തമ്മിൽ വീട്ടിൽ തന്നെ, വീട്ടിലും സ്കൂളിലും മദ്രസകളിലും ഒക്കെ ഉള്ള ചില മൗക്കിഫുകൾ, ചില സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി വിട്ടുവീഴ്ച ചെയ്യുക എന്ന സ്വഭാവം. തആവുൻ, പരസ്പരം സഹകരിക്കുക, കൂട്ടായി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഒരു ടീം വർക്ക്, സഹകരിച്ച് പ്രവർത്തിക്കുക, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, ഇത്തരം സ്വഭാവങ്ങളൊക്കെ വൈയക്തികമായി നമ്മുടെ മക്കളിൽ ഉണ്ടാക്കേണ്ട ജോലി അത് നമ്മൾക്കാ. സ്കൂളിനോ മദ്രസിനോ ആണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇനി ഇത് കഴിഞ്ഞാൽ ഇത് വൈയക്തികമായ ചില സ്വഭാവങ്ങളാണ്, എന്നാൽ അവിടെ സാമൂഹികമായ ചില മൂല്യങ്ങളുണ്ട്. ഇതും നമ്മൾ അറിഞ്ഞ് നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. നിങ്ങൾ നോക്കി, ഇവിടെ ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നതും ഇതിൽ നന്ദി പറയുന്നതും ഇതിന് ലിങ്ക് ഉണ്ടാക്കുന്നതും ഇതിന് ഡിസൈൻ, എൻ്റെ ഇന്നത്തെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് ഒരു സഹോദരിയാണ് എന്ന് നസീമ ടീച്ചർ പറയുകയുണ്ടായി. മാഷാ അള്ളാഹ്, ഇത് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. എവിടുന്നാണ് ഈ കുട്ടികൾ അവരുടേതല്ലാത്ത ഒരു ലിമിറ്റിൽ, അതായത് അവരുടെ വൈയക്തികമല്ലാത്ത ഒരു ഭൂമികയിൽ നിന്ന് അപ്പുറത്തേക്ക് എന്തെങ്കിലും സമർപ്പിക്കുക എന്ന ഒരു മനോഗതി ഉണ്ടാകുന്നത്? അതാണ് സാമൂഹ്യ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഈ സാമൂഹ്യ മൂല്യങ്ങൾ ചെറുപ്പത്തിലെ, അഥവാ റിട്ടേൺ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ, കൊടുക്കലുകൾ, നമ്മളിൽ ഉള്ളതിൽ നിന്ന് നമുക്ക് തിരിച്ച് നേട്ടം പ്രത്യക്ഷത്തിൽ കാണാത്ത കാര്യങ്ങൾക്ക് നമ്മളിൽ ഉള്ള കഴിവുകളെയും ഉള്ളതിനെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനുള്ള, സമൂഹത്തിന് നൽകാനുള്ള കഴിവ്, ആ മേഖലയിൽ പെട്ടതാണ്, സാമൂഹ്യമായ മൂല്യങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കൾക്ക് അനുസരിക്കുക. അത് അവന്റെ വൈയക്തികമായ നേട്ടത്തിന്റെ അപ്പുറത്താണല്ലോ. അതേപോലെ തന്നെ സിലത്തുർ റഹം, കുടുംബ ബന്ധം പുലർത്തുക. ചിലപ്പോൾ നമ്മൾ വീട്ടിക്ക് കാക്കൻ്റെ അവിടെ പോവാന്, വാപ്പന്റെ അടുത്ത് പോവാന്, വല്യാപ്പന്റെ അടുത്ത് പോവാന്ന് പറയുമ്പോൾ മക്കൾ പറയോ, ഞാനില്ല, നിങ്ങൾ ഉമ്മച്ചും പാപ്പച്ചും പോയി പോരി, ഞാൻ അവിടെ ഇരിക്കാം, എന്റെ എന്റെ ഏജിലുള്ള ഫ്രണ്ട്സ് ഒന്നും അവിടെ ഇല്ല. ഇതൊക്കെ നമ്മളെ മക്കൾ പറയുന്നതാണല്ലോ. നമ്മളിപ്പോ ഞങ്ങളൊക്കെ വെക്കേഷനിലൊക്കെ വന്നാൽ, നാട്ടിൽ വന്ന എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ കയറി ഇറങ്ങും. ചിലയിടത്തിൽ പോരുമ്പോ കുട്ടികൾ പോരും, പറയും ഞാൻ പോരുന്നില്ല, ഇപ്പൊ പോയി, എനിക്ക് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാറിൽ കുത്തിരിക്കാനാവില്ല. അപ്പോ എന്താണ്, അവർക്കതിന്റെ പ്രാധാന്യം അറിയില്ല. നമ്മൾ എന്തിനാ പോകുന്നത്, നാളെ അവർ അറിയേണ്ടവരാണ്, അവർ പങ്കെടുക്കേണ്ടവരാണ്. അങ്ങനെ സിലത്തുർ റഹം, ആ ഒരു ആക്ടിവിറ്റി അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഇട്ടുകൊടുക്കണം. ഇതേപോലെ തന്നെ അൽ ഇഹ്സാനു ഇലൽ ജീറാൻ, നമ്മളുടെ നമ്മുടെ അയൽവാസികൾക്ക് പുണ്യം ചെയ്യുക, അയൽവാസികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അവിടെ ആളില്ലെങ്കിൽ, വയസ്സന്മാരായ മാതാപിതാക്കൾ മാത്രമുള്ള വീടാണെങ്കിൽ അവർക്ക് വേഷയുള്ള എന്തെങ്കിലും ഉണ്ട്. നമ്മൾ കുട്ടികളെ പറഞ്ഞപ്പോൾ, നമ്മൾ കുട്ടികളെ പീടിയൊക്കെ പറഞ്ഞയക്കുമ്പോൾ മോൾ പറയാ, മോനെ ഇനി അപ്പുറത്ത് അഹമ്മദ് ഖാന്റെ അവിടെ ഒന്ന് കയറി ചോദിച്ചാൽ അവൾക്ക് എന്തെങ്കിലും വേണോ? അപ്പൊ നമ്മൾ കുട്ടികൾ ചോദിക്കുക, എന്തിനമ്മ നമ്മൾ ചോദിക്കുന്നത്, ഓലുവാണ് എങ്ങോട്ട് വന്ന് പറഞ്ഞു തരൂലേ? അതാണ് അൽ ഇഹ്സാനു ഇലൽ ജീറാൻ. അപ്പൊ നമ്മൾ അത് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കണം. റിആയത്തുൽ ഫുഖറാഇ വൽ മുഹ്താജീൻ, അതേപോലെ തന്നെ പാവങ്ങളെയും ആവശ്യക്കാരെയും ഒക്കെ പരിഗണിക്കുക. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ പങ്കാളികളാക്കുക, അഥവാ ദഅവത്ത്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ മക്കളെ നമ്മുടെ എന്താണ്, വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ ചേർത്ത് അതിൽ പങ്കെടുപ്പിച്ച്, അതിന് കൂട്ടി, അതിന്റെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ, ആളുകൾ വിളിക്കുന്നതിൽ, ആ സ്റ്റേജ് കെട്ടുന്നതിൽ, അതിലൊക്കെ അവർ അങ്ങനെ ചെറുപ്പത്തിലെ ചെറിയ രീതിയിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യങ്ങളിൽ ഒന്നായ ആ മേഖലകളിലുള്ള ആ മൂല്യം അവരുടെ ഉള്ളിൽ അവരിങ്ങനെ വളർന്നു വരുമ്പോൾ അത് അവരോടൊപ്പം വളരണം. ഇതൊക്കെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേപോലെ തന്നെ
പിന്നെ ജോലി സംബന്ധമല്ല, അല്ലെങ്കിൽ നമ്മൾ പറയാ കർമ്മപരമായ ഒരുപാട് മൂല്യങ്ങളുണ്ട്. കർമ്മപരമായ മൂല്യങ്ങൾ എന്ന് പറഞ്ഞതാണ് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അത് കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കണം. എല്ലാം ഈസി ആയ കാര്യങ്ങൾ മാത്രം കുട്ടികൾ ചെയ്യുക. ഈസി ആയ കാര്യങ്ങൾ അത് അവൈലബിൾ ആവുക. എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ലളിതമായി അവൈലബിൾ ആകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഈ മോനെ എന്തൊരു സംഗതി അച്ചീവ് ചെയ്യണമെങ്കിലും മോളെ എന്ത് വേണം, നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, കുറച്ച് അധ്വാനിക്കണം. ആ അധ്വാനത്തെ അങ്ങനെ അധ്വാനിച്ച് നേടുന്നതിനെ അവരെ ശീലിപ്പിച്ചു കൊണ്ടുവരണം. എന്തിനും നമ്മൾ പറയാറുണ്ട്, എന്തൊരു സംഗതി ജനിക്കാനും നിങ്ങൾക്കുള്ള ഒരു വേദന ഉണ്ടല്ലോ, പ്രസവ വേദന. ഏതൊരു പുതിയ സംഗതി ജനിക്കാനും അതിന്റെ തൊട്ടു മുമ്പ് ഒരു പ്രസവ വേദന അഥവാ അതിന്റെ ഉൽപാദന വേദന അനുഭവിക്കണം എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആങ്സൈറ്റിയെ കുറിച്ച് പറയാറുണ്ട്. അത് ശരിയല്ല, ആങ്സൈറ്റി ഒരു രോഗമാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ആങ്സൈറ്റി എന്നത് ഒരു സംഗതി നടക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ടാവണം. കുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു അധ്വാനം, അതൊക്കെ എനിക്ക് അറിയാവുന്ന പരീക്ഷ നടന്നോളും, അല്ല എനിക്ക് അറിയാവുന്ന ലെസൺസ് ആണ് എന്ന് പറയുന്നതിനപ്പുറം ഒരു ചെറിയ ടെൻഷൻ, ചെറിയൊരു റിവിഷൻ, ചെറിയൊരു അതിനെക്കുറിച്ചുള്ള ഒരു ആവലാതി അവരുടെ മനസ്സിലുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദവാഫി ഉണ്ട്, ഒരു മോട്ടിവേഷൻ. ആ മോട്ടിവേഷനിൽ അവർ വർക്ക് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ അതുപോലുള്ള അതേപോലെ തന്നെ പ്രകൃതിയെ മലിനരഹിതമായി സൂക്ഷിക്കാനുള്ള അവരുടെ കഴിവ്, അത് ഒരു കുട്ടിയിൽ ഉണ്ടാവേണ്ട പ്രാവർത്തിക, അവന്റെ ചുറ്റുപാടിനെ വൃത്തിയായി സൂക്ഷിക്കുക. അതേപോലെ തന്നെ സമൂഹ നിർമ്മാണത്തിൽ പങ്കാളിത്തം ഉണ്ടാവുക. ഇപ്പൊ ഇന്ന് എനിക്ക് നാട്ടിൽ നിന്ന് വന്നൊരു പിക്ചർ എന്താന്ന് വെച്ചാല്, റമദാൻ വരികയാണല്ലോ, നമ്മളെ മഹല്ലിലെ പള്ളി ക്ലീനിങ് ഉണ്ട്. ചുറ്റുപാടൊക്കെ പുല്ലൊക്കെ ഒന്ന് വെട്ടി പള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാർപ്പറ്റൊക്കെ ഒന്ന് എടുത്ത് നമ്മളെ മക്കളെ നമ്മളതിന് പറഞ്ഞേക്കും. അവരോട് പറയാം, ഇനി പോയിക്കോ, അവിടെ പോയി ഒന്നും ഇല്ലെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് വെള്ളം പറഞ്ഞെങ്കിലും കൊടുത്തേക്ക്, ഒരു ദാഹിക്കുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അല്ലെ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അല്ലെ കിണറ്റിൽ നിന്ന് കോരിയിട്ട് ഒരു വെള്ളം കുടിക്കുക. അങ്ങനെ അവരതിൽ പങ്കാളികൾ. ഇത്തരം ആക്ടിവിറ്റീസുകളൊക്കെ ഞാൻ പറയുന്നത് മാതാപിതാക്കളുടെ മനസ്സിൽ ഇതൊക്കെ സേവായി കിടക്കണം. എന്നിട്ട് സന്ദർഭോചിതമായി ഇതിലൊക്കെ അവരെ, നമ്മളെ മക്കളെ പങ്കാളികളാക്കുമ്പോഴാണ് ശരിക്കുമുള്ള ഒരു വലതുൻ സ്വാലിഹുൻ, അതേപോലെ തന്നെ അഹ്സന തഖ്വയുമായ ഒരു മനുഷ്യനെ നിങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതേപോലെ തന്നെ മക്കളിൽ എങ്ങനെയാ, അപ്പൊ നിങ്ങൾ ചോദിക്കൂ, കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ മക്കളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത്? അതിന് സഹായകമായ വിവിധ വഴികളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് പഠിപ്പിക്കലാണ്. ചില സംഗതികളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം, ഇങ്ങനെയുണ്ട് എന്ന് പഠിപ്പിക്കണം. രണ്ടാമത്തേത് അവർക്ക് ഗൈഡൻസ് കൊടുത്തിട്ടാണ് അവരെ നമ്മൾ അതിലേക്ക് തിരിച്ചുവിടുക. തൗജീഹ് എന്നാണ് അറബിയിൽ പറയാം. അവർക്ക് ഒരു തരം കൗൺസിലിംഗ് കൊടുക്കേണ്ട സമയത്ത് അവരെ ഓരോ സംഗതികളിലേക്ക് നമ്മൾ ആ സമയത്ത് അവരെ അതിലേക്ക് തിരിച്ചുവിടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സംഗതി വരുന്ന പള്ളി ക്ലീൻ ചെയ്ത് മോനെങ്കിൽ പോയി, അപ്പോൾ ചോദിക്കും ഞാൻ എന്തിനാ പോകുന്നത്, അത് പള്ളി കമ്മിറ്റിന്റെ പണിയല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അത് ചെയ്യുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിയാണ് ഖുദുവത്ത്. അവരെ നമ്മൾ മാതൃകയാവുക. ഇപ്പൊ നമ്മുടെ സീനിയറായ മാതാപിതാക്കളെയും ജ്യേഷ്ഠാനുജന്മാരെയും ഒക്കെ, ജ്യേഷ്ഠന്മാരെയും പെങ്ങന്മാരെയും ഒക്കെ നമ്മൾ അവർക്ക് സർവ് ചെയ്യുന്നത്, നമ്മൾ അവർക്ക് സേവനം ചെയ്യുന്നത് അവർ കാണുക. നമ്മൾ മാതൃകയാവുക. ഇത്തരം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ടാകും. അതേപോലെ തന്നെ അവർക്ക് ധൈര്യം നൽകുക. ചില ടാസ്കുകൾ എടുക്കാൻ അവർക്ക് ധൈര്യം നൽകുക. അതിന് തശ്ജീ എന്ന് പറയാ. അതേപോലെ തന്നെ തഹ്ഫീസ് എന്ന് പറയും. ചില മോട്ടിവേഷനുകൾ, അവർക്ക് ചില നേട്ടങ്ങൾ കിട്ടിയാൽ അവരെ അതിന്റെ പേരിൽ അപ്രിഷിയേറ്റ് ചെയ്യുക, അവർക്ക് അതിന്റെ പേരിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക. പക്ഷെ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റാൻ പാടില്ല. അതായത് എന്ത് നേട്ടം കിട്ടിയാലും ഒരു ഗിഫ്റ്റ് കിട്ടണം എന്ന് പറയുന്നതിനപ്പുറം അവർ നേടിയ ഒരു അച്ചീവ്മെന്റിനെ അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുകയോ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ തഹ്ഫീസ്, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം മുമാറസത്തുൽ ഇബാദാത്ത്. മാതാപിതാക്കൾ മക്കളുടെ വളർച്ചക്കൊപ്പം ചെയ്തു തീർക്കേണ്ടതാണ് അവരെ ആരാധനാ കർമ്മങ്ങളെ പ്രയോഗവൽക്കരിക്കുന്നതിൽ അവരോടൊപ്പം നിൽക്കുക. പ്രാക്ടീസ്, അതാണ് മുമാറസത്ത് എന്ന് പറഞ്ഞാൽ. ഇബാദത്തുകൾ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നമുക്കറിയാം, അതിന്റെ ഹദീസും ആയത്തൊന്നും ഞാൻ ഓതേണ്ട കാര്യമല്ല. നിങ്ങൾ വൗമുറാഹിലക ബിസ്വലാത്തി വസ്തബിർ അലൈഹ, അല്ലാഹ് തന്നെ പറഞ്ഞതാണ് നബിയോട്, നിന്റെ കുടുംബത്തോട് ഇനി നമസ്കാരത്തെ കുറിച്ച് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, നീ അതിൽ
അറച്ച് നിൽക്കുകയും വേണം. അപ്പൊ കൃത്യമായി നമസ്കാരം നിലനിർത്തിക്കൊണ്ടേയിരിക്കുകയും കുടുംബത്തോട് നമസ്കാരത്തെ കുറിച്ച് പറയുകയും ചെയ്യും. അത് ഫോർ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അൽഹംദുലില്ലാ നമ്മൾക്ക് നോമ്പ് വരാൻ പോവാണ്. നമുക്ക് മക്കള് അവരുടെ പ്രായവും സന്ദർഭവും ആ നാട്ടിലെ ചൂടും ഒക്കെ അനുസരിച്ച് നിങ്ങൾ അവരെ അതിൽ പങ്കാളികളാക്കി നോക്കി. ഒരു 10 മണി വരെ നോമ്പ് നിൽക്കുന്ന ഒരു കുട്ടി, ഉച്ച വരെ നോമ്പ് നിൽക്കുന്ന കുട്ടി, ആ വിഷയത്തിലൊക്കെ നിങ്ങൾ ഒരുപാട് ക്ലാസ് കേൾക്കാൻ പോകുന്നുണ്ടാവും. പിന്നെ മക്കളെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പാത്രം കളിക്കാൻ ടോയ്സ് കൊടുത്തും മറ്റൊക്കെ നേരം വൈകിപ്പിച്ച് അവരെ വൈകുന്നേരം വരെ നോമ്പിലെത്തിച്ചിട്ടുണ്ട്. കാരണം അവരെ ഇബാദത്ത് മുമാറസത്ത് ചെയ്യാണ്. അവരെ ഉംറക്ക് കൊണ്ടുപോവുക, അവരെ ഉംറക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അവരെ ഉംറക്കൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ അതൊക്കെ തവാഫും ഇഹ്റാമും സഹിയും ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് കാണുമ്പോൾ അപ്പൊ അത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ അറിയാത്ത വിധത്തിൽ ഓരോന്നും അത് ഇങ്ങനെ സന്നിവേശിപ്പിച്ചു കൊണ്ടിരിക്കും. ഇബാദത്ത് അത് നമ്മൾ കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. വിദ്യാലയങ്ങളിൽ നിന്ന് അത് കൃത്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞത് മാതാപിതാക്കൾ മനഃപൂർവം പ്ലാൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നമ്മൾ പറഞ്ഞു ഗായത്ത് ഹിഫ്ളുൽ ഫിത്ര, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ ശുദ്ധ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കലാണ്. അഹ്സനു തക്വീം, ഏറ്റവും നല്ല കുറ്റമറ്റ സൃഷ്ടിപ്പ്, അത് മടങ്ങാൻ സമ്മതിക്കാതിരിക്കലാണ്. അതിനു വേണ്ട വഴി ഗറസുൽ ഖിയം, മൂല്യങ്ങളെ നട്ടുപിടിപ്പിക്കലാണ്. എൻ്റെ സമയം കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും, പിന്നെ ഒരു അവസരത്തിൽ എന്തെങ്കിലും സമയം കിട്ടിയാൽ ബാക്കി കാര്യങ്ങൾ പറയും. അപ്പോൾ ആ നട്ടുപിടിപ്പിക്കലാണ്. ആ ഖിയമുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ, മൂല്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 3-4 തരത്തിലുള്ള മൂല്യങ്ങൾ പറഞ്ഞു. വിശ്വാസപരമായ മൂല്യങ്ങൾ, വൈയക്തിക സ്വഭാവപരമായ മൂല്യങ്ങൾ, സാമൂഹികമായ മൂല്യങ്ങൾ, അതേപോലെ തന്നെ വൈജ്ഞാനികമായ മൂല്യങ്ങൾ, അതേപോലെ പിന്നെ കർമ്മപരമായ മൂല്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇനി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, എൻ്റെ മാതാക്കൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളെ മക്കളെ ഇങ്ങനെ ശ്രദ്ധിച്ചോക്കി. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരിൽ ചില സാധനങ്ങളുണ്ട്. അതിന് നമ്മൾ പറയാ ഖുദ്റാത്തു തബീഇയ്യ, പ്രകൃതിപരമായ ഒരുപാട് കഴിവുകൾ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് അള്ളാഹു ഇടുന്നത്. അത് അവരിങ്ങനെ പുറത്തെടുത്തോണ്ടിരിക്കും. പ്രകൃതിപരമായ ചില കഴിവുകൾ, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അവിടെ നിങ്ങളുടെ ജോലി അതിനെ ഏറ്റവും ശരിയായതിലേക്കും ഏറ്റവും മെച്ചപ്പെട്ടതിലേക്കും അവരെ നിങ്ങൾ വഴി തിരിച്ചു വിടുക എന്നതാണ് നിങ്ങളുടെ ജോലി. നഹ്വൽ അഫ്ളൽ, ഏറ്റവും നല്ലതിലേക്ക് അവരെ നിങ്ങൾ അവരോടൊപ്പം സഞ്ചരിക്കുക. എന്തിനാണ്? അവർ അതിനെ ഏറ്റവും നല്ല നിലയിലേക്ക്, നല്ലൊരു ട്രാക്കിലേക്ക് അത് കൊണ്ടുപോകാൻ. എല്ലാ മനുഷ്യ കുഞ്ഞിനും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നറിയോ? ഒന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ കുഞ്ഞിന്റെ കയ്യിലും ഒരു ഹവായാത്ത് ഉണ്ടാകും, ഒരു വിനോദം, അവന്റെ ഒരു താല്പര്യം. എന്താണ് ശരിക്കും ഹവിയത്ത് എന്ന് പറഞ്ഞാല്? ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഹോബി, നമ്മൾ അതിനാണ് ഹോബി എന്നാണല്ലോ പറയാ. ഹോബി എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ആ ഹോബി എന്താണ്? കുട്ടികൾക്ക് അവർക്ക് ഒരു തരം എൻജോയ്മെന്റ് പ്രദാനം ചെയ്യുന്ന, മുത്തഅത്ത്, ഒരു സുഖം പ്രദാനം ചെയ്യുന്ന ഒരു കർമ്മമണ്ഡലം. ആ കർമ്മം ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ഉണ്ടാവും. അതാണ് ഹോബി എന്ന് പറയുന്നത്. ഈ ഹോബി ഒന്ന്, ഇത് ഹലാലായതാക്കി മാറ്റുക. 2, ഇത് ഏറ്റവും ഉപകാരപ്രദമായി അവർക്ക് റിട്ടേൺ കിട്ടുന്ന വിധത്തിലുള്ളതാക്കി മാറ്റുക. 3, ഇതിനെ നമ്മൾ വാച്ച് ചെയ്യുക എന്നതാണ്. അപ്പൊ ഈ 4, ഇതിനു വേണ്ടിയുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം എന്തൊക്കെയാണ് ഹോബി എന്നൊക്കെ ചോദിച്ചാല്, സ്പോർട്സ് ഒരു ഹോബിയാണ്, സ്വിമ്മിങ് ഹോബിയാണ്, അതേപോലെ തന്നെ നിർമ്മാണം ഒരു ഹോബിയാണ്, ബിൽഡ് ചെയ്യുക, അതേപോലെ തന്നെ വായന, വര, അങ്ങനത്തെ ഒക്കെ കുറെ ഹോബികളുണ്ട്. ഈ ഹോബികളെ ഞാൻ ഈ പറഞ്ഞ ഒരു ഇസ്ലാമിക് കൺസെപ്റ്റിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും അതിലേക്ക് അവരെ വഴി നടത്തുകയും അനുവദനീയമല്ലാത്ത ഹോബികളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയും ചെയ്യുക എന്നതാണ്. ഇത് നമ്മളുടെ ഒരു ജോലിയാണ്. രണ്ടാമത്തത് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, മഹാറാത്ത്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു തരം വ്യത്യസ്ത തരം സ്കില്ലുകൾ ഉണ്ട്. ഈ സ്കില്ലുകൾ എന്തിനുള്ളതാണ്? സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ അവനവന് ചെയ്യേണ്ട ജോലി, ദൗത്യം, ഭൂമിയിൽ ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഉണ്ടാവും. ആ ദൗത്യത്തെ എളുപ്പമാക്കുന്ന അവന്റെ ക്രിയാത്മകതക്കാണ് നമ്മൾ സ്കില്ല് എന്ന് പറയാം. ഈ സ്കില്ല് നമ്മൾ വളർത്തണം.
ഉദാഹരണത്തിന് കുട്ടികളൊക്കെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്ന പല കുട്ടികളുണ്ടാവും. 99% കുട്ടികൾ ഒരു പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും. പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് ഭാഷ എല്ലാ സ്ഥലത്തും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ ഉദാഹരണത്തിന് അവർ എക്സാം എഴുതുക എന്നത് അവരുടെ ഒരു ജോലിയാണല്ലോ. ആ ജോലിയെ വൃത്തിയാക്കുന്നതും ഏറ്റവും നന്നാക്കുന്നതുമാണ് അവർക്ക് നല്ല ഭാഷ ഉണ്ടാവുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക. അതേപോലെ തന്നെ അവർക്ക് ടൈപ്പ് ചെയ്യാനുള്ള കമ്പ്യൂട്ടറിൽ ടൈപ്പ്, അതൊരു സ്കില്ലാണ്, മഹാറാത്താണ്. അപ്പൊ ഈ മഹാറാത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുകയും ഇതിനെ നമ്മൾ സന്ദർഭോചിതമായി നമ്മുടെ മക്കൾക്ക് അത് ലഭിക്കേണ്ടതുണ്ട്. അത് വളർത്തേണ്ട പണി നമ്മളേതാണ്. ഇതേപോലെ ഔലവിയ അൽ ഖനാഅത്ത്, എല്ലാ മനുഷ്യനിലും അവൻ്റെതായ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടേതായ ചില വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാവും. അവൻ ഉറച്ചു വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ്. ആ പിന്നെ ഒരു ബിലീഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയും. ഇത് രൂഢമൂലമാകും ഓരോ ദൈനംദിന അനുഭവത്തിലൂടെ വളർച്ചക്കനുസരിച്ച് അവരുടെ ഉള്ളിൽ അത് അടിവേര് പോലെ ഉറച്ചു നിൽക്കും. അത് പിന്നെ അതിൽ അവരൊരു കോംപ്രമൈസും തയ്യാറാവില്ല. അത് നമ്മുടെ മക്കളിൽ ഖുർആനിന്റെ സത്യസന്ധമായ വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ കാര്യങ്ങളായിരിക്കണം അവരുടെ പ്രിൻസിപ്പിൾസ്, അവരുടെ തത്വങ്ങൾ, അവർ ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അത് സത്യസന്ധമായിരിക്കണം, ഫാൾസ് ആവാൻ പാടില്ല. ഇപ്പൊ എത്തീസം എന്നത് എന്താണ്? ഒരു വിശ്വാസമാണ്. അതായത് പിന്നെ നമ്മളതിനെന്താ പറയാ, യുക്തിവാദം, അതൊരു വിശ്വാസമാണ്. പക്ഷെ അതിന് ബേസിക് ഇല്ലാത്തൊരു വിശ്വാസമാണ്. അതിന് പ്രമാണങ്ങളൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല. അപ്പൊ അതിന് പകരം തെളിവുകളുള്ള, പ്രമാണങ്ങളുള്ള, മനസ്സിന് കൺവീൻസ് ചെയ്യാൻ കഴിയുന്ന കാരണങ്ങൾ സമർപ്പിക്കപ്പെട്ട വിശ്വാസം. നിങ്ങൾ നോക്കി, ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോ വെറുതെ പറഞ്ഞല്ലോ, അല്ല ഒരു പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഞാൻ എന്നെ സൃഷ്ടിച്ചത് അല്ല, നീ എന്നെ ആരാധിക്കണം എന്നല്ല പറഞ്ഞത്. മറിച്ച് ആ പറഞ്ഞ ശൈലി നോക്കി നിങ്ങൾ, അതിന്റെ റീസൺ മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ടല്ല പറയുന്നത്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. അതൊരു സ്റ്റേറ്റ്മെന്റാ. ഖുർആൻ അല്ലെ വേദം എന്ന അർത്ഥത്തിൽ അത് മതി. പക്ഷെ അങ്ങനെയല്ല അള്ളാഹു മനുഷ്യനെ സമീപിച്ചത്. എന്നിട്ട് അതിന്റെ റീസൺ അവന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. എന്തുകൊണ്ട് എന്നെ ആരാധിക്കണം? പലതിനെ ആരാധിക്കാലോ, മനുഷ്യന് പലതിനെ ആരാധിക്കുന്നവരാ. പക്ഷേ മറ്റൊന്നിനും സമർപ്പിക്കാൻ കഴിയാത്ത കാരണം, അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ. അപ്പൊ സൃഷ്ടിപ്പ് നടത്തുക എന്നത് ഒരൊറ്റ കാരണം മതി, ആ സൃഷ്ടിപ്പ് നടത്തിയവനെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കാൻ. അപ്പൊ റീസൺ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ല. അതേപോലെ ആ ഖനാഅത്ത് അത് ഏറ്റവും ശരിയായിരിക്കണം, ട്രൂ ആയിരിക്കണം. അതിൽ നമ്മളുടെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഔലവിയാത്ത്, എല്ലാ കുട്ടികളും വളരുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവരുടെ പ്രായത്തിനനുസരിച്ച് അത് മാറും. എന്താണ് ഔലവിയാത്ത്? പ്രയോറിറ്റീസ്. കുട്ടികൾക്ക് പ്രയോറിറ്റി ഉണ്ടാവും. ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രകൃതിപരമായി മനുഷ്യനിൽ വരുന്നൊരു സാധനമാണ്. പക്ഷെ അവിടെ നമ്മുടെ ഇടപെടൽ ഉണ്ടാകണം. കാരണം എന്താ? കുട്ടികൾ മെച്ചേർഡ് അല്ല, കുട്ടികൾക്ക് ഭാവി അറിയില്ല. അവരുടെ പ്രയോറിറ്റിയെ നമ്മൾ റീഓർഗനൈസ് ചെയ്യണം. ശരിയായ സംഗതികളായിരിക്കണം പ്രയോറിറ്റി ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഉറങ്ങാൻ നല്ലോണം താല്പര്യമുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയോറിറ്റി ഉറങ്ങലായിരിക്കും. ചില ഒരാൾക്ക് റൈഡിങ്ങിന് പോലെ, വണ്ടിയൊക്കെ ബൈക്കൊക്കെ വീട്ടിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയോറിറ്റി റൈഡിങ്, അല്ലെങ്കിൽ പുറത്തു പോവുക, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുക. അങ്ങനെ ശരിയുള്ളതും ശരിയല്ലാത്തതും, ഉപകാരമില്ലാത്തതുമായ ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ടാവും. ആ പ്രയോറിറ്റികളെ കാര്യങ്ങളുടെ ഗൗരവത്തിനനുസരിച്ച് റീഓർഗനൈസ് ചെയ്യുക, റീചാർട്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ് ഏറ്റവും ആദ്യം? അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, അൽ അഹമ്മു സുമ്മൽ മുഹിം. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആദ്യം, പിന്നെ ഇമ്പോർട്ടന്റ്, പിന്നെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ. അതേപോലെ തന്നെയാണ് കുട്ടികളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കുന്നത്. ഏറ്റവും നീഡ്സ് ആയ കാര്യങ്ങൾ, നീഡ്സ് വാൺസ് രണ്ടുണ്ട്. പ്രയോറിറ്റി തെറ്റിയാൽ അവിടെ ആകെ കൊളാവും. വാൺസ് എന്ന് പറഞ്ഞാൽ കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു സംഗതിയാ, കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ നടക്കും. ഇപ്പൊ എനിക്കൊരു ഐഫോൺ കിട്ടിയാൽ തരക്കേടില്ല, നല്ല ക്ലാരിറ്റിയാണ് അതിന്റെ, പിന്നെ ക്യാമറക്ക്, ക്ലാസ് ഒക്കെ എടുക്കുന്നല്ലേ എന്നതിന്റെ ഒരു ആവശ്യമല്ല, അതെന്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഒരു സാധാരണ ഒരു സാംസങ്ങിന്റെ ഒരു ഫോൺ ഉണ്ടെങ്കിലും അത്യാവശ്യം ക്ലാസ് ഒക്കെ നടക്കും. ഫോണേ ഇല്ലെങ്കിലോ ക്ലാസ് നടക്കൂല. അതിനാണ് നമ്മൾ നീഡ്സ് എന്ന് പറയാം. ഒരു ഫോണ് നീഡാണ്,
പക്ഷെ അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള 500 ദിനാറിന്റെ അല്ലെങ്കിൽ 1,00,000 റുപ്യന്റെ 3,50,000 റുപ്യന്റെ ഒരു ഐഫോൺ തന്നെ വേണം എൻ്റെ മകന് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ അവന്റെ പ്രയോറിറ്റിയെ തിരിച്ചു വിടുന്നത് പോലെ കാര്യങ്ങളുടെ പ്രയോറിറ്റി, ഉദാഹരണത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ആരാധനകൾ ഒരു പ്രയോറിറ്റിയാണ്, ഹെൽത്ത് ഒരു പ്രയോറിറ്റിയാണ്, അതിനോടനുബന്ധിച്ചാണ് പിന്നെ ബാക്കി ഓരോന്നും വരുന്നത്. പഠനം ഒരു പ്രയോറിറ്റി. ഇപ്പോ ഉദാഹരണത്തിന് ഒരു പഠനം ഒരു ദീനും തെരഞ്ഞെടുക്കുന്ന ഒരു അവസരം വരുന്നിടത്തിൽ നമ്മൾ ഏതിനെ പ്രയോറിറ്റി ചെയ്യുക? ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികൾ ഗ്രാജുവേറ്റ് ആയി കിട്ടിയ ഒരു സ്ഥലത്ത് അവിടെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പാടില്ല, ഹിജാബേ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ടൗസർ ഇട്ടിട്ട് പിന്നെ സ്പോർട്സിന്റെ പീരീഡ് പെൺകുട്ടികൾ ഇതിൽ എന്ത് ചെയ്യണം, അവർ പങ്കാളികളാവണം, അതാണെങ്കിൽ മാത്രം നിന്നാൽ മതി. അത്തരം സംഗതികളിൽ നമ്മുടെ പ്രയോറിറ്റി പരീക്ഷിക്കപ്പെടും അള്ളാഹുവിന്റെ അടുക്കൽ. ആ പരീക്ഷണത്തിൽ നമ്മൾ പതറാതിരിക്കണമെങ്കിൽ വി മസ്റ്റ് പ്രാക്ടീസ് ദം വാട്ട് ഈസ് ദ പ്രയോറിറ്റി, എന്താണ് നല്ല, വാട്ട് ദ പ്രയോറിറ്റി ഈസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെയാണ് അവർക്ക് എല്ലാ കുഞ്ഞുങ്ങളിലും ഉമ്നിയാത്ത് നമ്മളിലൊക്കെ ഉണ്ട് ചില മോഹങ്ങൾ. എന്താണ് ചില മോഹങ്ങൾ? നമ്മൾക്ക് എത്തിപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില മോഹങ്ങൾ. ആ മോഹങ്ങൾ ഏറ്റവും ശരിയായതും നല്ലതുമാക്കി മാറ്റുക എന്നതാണ്, നല്ല മോഹങ്ങളാക്കുക. ഉദാഹരണത്തിന് ഒരു നല്ല ജോലി കിട്ടണം, ഒരു കുടുംബ സംവിധാനം ഉണ്ടാവണം, ബോഡി ഫിറ്റ്നസ് ഉണ്ടാവണം. ഇതൊക്കെ ചില നമ്മളെ ഒരു ഉമ്നിയാത്തുകളാണ്. ഇത്തരം ഉമ്നിയാത്തുകൾ മക്കളിൽ നല്ലതല്ലാത്തതുണ്ടാകും. അതിനെ നല്ലതിലേക്ക് അവരെ വഴി നടത്തി കൊണ്ടുപോകുന്ന പണിയെടുക്കുന്നതിന്റെ പേരാണ് തർബിയത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്. അവസാനത്തമായി കുട്ടികൾക്ക് ഗായാത്ത്, ചില ഗോൾസുകൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും ആത്യന്തികമായ ചില ലക്ഷ്യങ്ങൾ, അത് ലക്ഷ്യങ്ങളാണ്. ഇപ്പൊ ജീവിതത്തിൽ വിജയിക്കുക, അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുക, അതൊരു ഗോളാണ്. ഈ ഗോള് സെറ്റ് ചെയ്താലേ ആ ഗോളിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതിന്റെ കർമ്മമണ്ഡലങ്ങൾ അവൻ തീരുമാനിക്കുള്ളൂ. അപ്പൊ ഗോൾസ് തഗ്യീറിലാകണം. ലോകത്തെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് കഴിയണം, അതൊരു വലിയ ഗോളാണ്. അങ്ങനത്തെ നല്ല ഗോളുകൾ നമ്മൾ മക്കളിൽ സന്നിവേശിപ്പിക്കുകയും അതിലേക്കുള്ള വഴി നടത്തുകയും ചെയ്യുക. എന്നാൽ പലപ്പോഴും വളരെ മീനിങ്ലെസ് ആയ, വളരെ ഫാൾസ് ആയ ഗോളുകളായിരിക്കും പലപ്പോഴും നമ്മുടെ മക്കളിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിന്റെ ഫാൾസ്നെസ്, അതിന്റെ നിരർത്ഥകത മക്കളെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അതിനേക്കാൾ ശരിയായ നല്ല ഗോളുകൾ അവരുടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയും അതിനു വേണ്ടി പണിയെടുക്കുന്നതിലേക്ക് അവർ ഉയരുകയും ചെയ്യണം. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാൻ ഏകദേശം എന്റെ സമയം കഴിഞ്ഞു. ഇനി ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോ 5ാമത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഒരുപക്ഷെ പല മാതാക്കളും എന്നോട് ആലോചിക്കുന്നുണ്ടാവും, എന്തൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന്, കുട്ടികളുടെ പ്രകൃതിപരമായ കുതിരത്തുകളെ, കഴിവുകളിൽ നമ്മളുടെ ഇടപെടൽ ഉണ്ടാവുക. ഇത് പാരന്റിങ്ങിന്റെ ഒരു ഏരിയയാണ്. അതേതൊക്കെയാണ്? ഒന്ന്, കുട്ടികളുടെ വിനോദം, അതിൽ നമ്മൾക്ക് ഇടപെടൽ ഉണ്ടാവണം. കുട്ടികളുടെ സ്കില്ല്, കുട്ടികളുടെ പ്രിൻസിപ്പിൾസ്, മൂല്യ തത്വങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ പ്രയോറിറ്റി, അവരുടെ പിന്നെ ഉമ്നിയാത്ത്, മോഹങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, അല്ലെ? കുട്ടികളെ മോഹങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളെ വലിയത് ചിന്തിക്കാൻ പഠിപ്പിക്കണം. വലിയത് ചിന്തിക്കാൻ, വളരെ ചെറിയതാണ് ചിന്തിക്കുക. നമ്മൾ ആളുകളൊക്കെ ചിന്തിക്കുക. ഞാൻ പലപ്പോഴും പിന്നെ അക്ബർ സാഹിബിന്റെ ഒക്കെ ചില അനുഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ, അല്ലെ അദ്ദേഹത്തിന്റെ ദേവാനുഭവങ്ങൾ പോലുള്ളതിലൊക്കെ വായിക്കുമ്പോൾ, സ്ഥലത്ത് പോയി അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ആലോചിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എന്ത് പണിയാണ് എടുക്കേണ്ടത്. ലോകത്തുള്ള ഒരുപാട് ആളുകൾ അങ്ങനെയാണ്. വലിയ ലീഡേഴ്സ് ഒക്കെ വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രേരിപ്പിക്കണം. ചെറിയ കാര്യങ്ങൾ സാധാരണ പറയാറുണ്ട്, തിങ്ക് വേൾഡ്ലി ആൻഡ് വർക്ക് ലോക്കലി എന്ന് പറയാറുണ്ട്. നിങ്ങൾ വലിയ അന്താരാഷ്ട്രപരമായി ചിന്തിക്കണം, പക്ഷെ പ്രവർത്തിക്കേണ്ടത് നമ്മളുടേതായ ഒരു പരിസരത്ത് നിന്നുകൊണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുക. ഇനി 5ാമത്തെ പോയിന്റ്, ഈ മക്കളോട് നമ്മൾ ഇടപഴകുന്നതിലുള്ള കല, അതാണ് പ്രധാനമായി നമ്മൾ പാളിപ്പോകുന്ന സംഗതി. ഈ ഇടപഴകുന്നതിന്റെ വ്യത്യസ്ത കലകൾ, ആ കലകളിൽ കുറച്ച് കലകളുടെ പേര് ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഇതിലൊക്കെ നമ്മൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒന്ന്, പ്രോബ്ലം സോൾവിങ്. നമ്മൾ മക്കളോട് ഇടപഴകേണ്ട ചില കലകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ വേണ്ടതാണ് പ്രോബ്ലം സോൾവിങ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കല. അതിൽ നമ്മൾ ഉണ്ടാവണം. അതിലൂടെ നമ്മൾ അവരോട് ഇടപെടേണ്ടത് റൗഅത്തുൽ ഹിവാർ, അല്ലെങ്കിൽ നമ്മൾ പറയാ രസകരമായ സംഭാഷണങ്ങൾ. മക്കളുമായുള്ള എങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളുമായി ഇടപഴകേണ്ടത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരുപാട് മേഖലയിലൂടെയാണ് നമ്മൾ അവരുമായി ഇടപഴകേണ്ടത്. ഒരേ മേഖലയിലാണെങ്കിൽ
അതിൽ മടുപ്പുണ്ടാകും, പിന്നെ മക്കളൊന്നും കേൾക്കൂല. പക്ഷെ നമ്മൾ ചില ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കുകയും ആ ഓപ്പർച്യൂണിറ്റികളിൽ അവരും നമ്മളും ഓഡിയൻസ് ആവുകയും ചെയ്യുക എന്നതാണ്. നോക്കി നിങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, പ്രോബ്ലം സോൾവിങ്. അതേപോലെ തന്നെ രസകരമായ ആനന്ദകരമായ സംഭാഷണങ്ങൾ, പ്രോഗ്രാമുകളുടെ വെറൈറ്റി, അവരുടെ പ്രോഗ്രാമുകളെ നമ്മൾ വെറൈറ്റി ആക്കി കൊടുക്കുക. ഒന്ന് മാത്രം എപ്പോഴും ഒരേ ടൈപ്പ് ഓഫ് പ്രോഗ്രാം ആക്ടിവിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ വ്യത്യസ്ത മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നതാണ്. വസായിലുകളെ വ്യത്യസ്തമാക്കുക. അതേപോലെ തന്നെ പഠിപ്പിക്കുന്ന മെത്തേഡുകൾ, നമ്മളൊരു സംഗതി കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ പഠിപ്പിക്കുന്ന മെത്തേഡുകൾ തന്നെ വ്യത്യസ്ത രീതിയിൽ വൈവിധ്യപൂർണമാക്കുക. വ്യത്യസ്ത പ്രൊജക്റ്റുകൾ അവർക്ക് കൊടുക്കുക. മക്കളുടെ താല്പര്യങ്ങളും പ്രതീക്ഷകളും, അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. മക്കൾക്ക് ചില എക്സ്പെക്ടേഷനുകൾ, അല്ലെ നമ്മൾ പറയുന്നതാണ് തവക്കുആത്ത് എന്ന് പറയും, അവരുടെ ചില പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾ എന്താണ് എന്ന് നമ്മൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത്, കണ്ടറിയുക. അങ്ങനെ അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ അവരിലേക്ക് ഇടപഴകണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഏറ്റവും അവസാനവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായി എന്ന് എനിക്ക് തോന്നുന്ന ഒന്ന് അദ്ദുആഉ ലിഖുർറത്തി ഐൻ വഇമാമത്തിൽ മുസ്ലിമീൻ. ഇതിങ്ങനെയൊക്കെ ചെയ്താലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊരു സംഗതി നടക്കുകയുള്ളൂ. കൽബ് അള്ളാഹുവിന്റെ ഉള്ളില, നമുക്ക് അവരെ സഹായിക്കാൻ മാറ്റാൻ പറ്റുകയില്ല. ഈ പോയിന്റ് നിങ്ങൾ നല്ല അടിവരട്ട് എഴുതി വെച്ചോളൂ. നമ്മുടെ മക്കളെ മാറ്റാൻ നമുക്ക് കഴിയില്ല, മാറാൻ സഹായിക്കാനേ പറ്റുകയുള്ളൂ. മാറ്റുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേന്ന് റസൂൽ വരെ അങ്ങനെ പ്രാർത്ഥിച്ചത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. റസൂലിനോട് അല്ലാഹു പറയാണ്, നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ നേർമാർഗത്തിൽ ആക്കാൻ നിനക്ക് കഴിയില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത് ചെയ്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതല്ലേ അള്ളാഹ് പറഞ്ഞത് ഇബാദുർ റഹ്മാനിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോനെ, എൻ്റെ ഇണകളിലും മക്കളിലും നീ എനിക്ക് കൺകുളിർമ നൽകണമേ. അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരിൽ ഉണ്ടാവുകയും അത് അവരുടെ വളർച്ചക്കൊത്തിങ്ങനെ സന്ദർഭോചിതമായി പ്രകടമായി വരികയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അതുപോലെ അവർ മുത്തക്കികളുടെ മുന്നിൽ നടക്കുന്നവരായി കാണാൻ കഴിയുക. അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു സ്വാലിഹായ ജീവിത മാർഗങ്ങളിൽ അള്ളാഹു അവരെ നിലനിർത്തട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഇത്തരം മേഖലകളെ കുറിച്ച് പഠിക്കാനും ഉറച്ച തീരുമാനമെടുക്കാനും സാധ്യമാകുന്നത് പ്രവർത്തിക്കാനും അള്ളാഹുവിന്റെ തൗഫീഖ് നമ്മൾക്കൊക്കെ ഉണ്ടാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. പടച്ചോനെ, റമളാനിൽ സത്യസന്ധമായി ഈമാനോടും ഇഖ്ലാസോടും ഇഹ്തിസാബോടും കൂടി നോമ്പ് നിൽക്കാനും ഖുർആനിനെ ഏറ്റവും അടുത്ത് ബന്ധപ്പെടാനും ഖുർആനുമായി നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും അതേപോലെ തന്നെ മറ്റ് ഇബാദത്തുകളിലൊക്കെ ഇഖ്ലാസോടും ആവേശത്തോടും ഉന്മേഷത്തോടും കൂടി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് ഈ റമദാനിൽ തൗഫീക്ക് നൽകണേ റഹ്മാനെ. കഷ്ടപ്പെടുന്ന മുസ്ലിം ലോകത്ത് ഒരുപാട് മനുഷ്യർ, അവർക്ക് ഈ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ അവർക്ക് തുറസ് നൽകണേ റഹ്മാനെ. ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹുവെ നീ മാറ്റമുണ്ടാക്കണേ റഹ്മാനെ. അവരുടെ തന്ത്രങ്ങളെ നീ അവരിലേക്ക് തന്നെ തിരിച്ചുവിടണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.